ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമേ തന്നെ നമുക്ക് പറയാനുള്ളത് എല്ലാവർക്കും ഹൃദയം നേർന്ന വലിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ പെരുന്നാളായിക്കൊണ്ട് എന്താണ് സ്പെഷ്യൽ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ചെയ്യാനായിട്ടാണ് അങ്ങനെ പറഞ്ഞത്. വേറൊന്നുമല്ല, നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു ചെയ്യുന്നത്, ചിക്കൻ ബിരിയാണി. അപ്പം ഞാൻ ഈ ചെയ്യുന്ന ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കാറ്ററിങ്ങിനൊക്കെ ചെയ്യുന്ന ആ രീതിക്കുള്ള ബിരിയാണിയാണ് ഞാനിവിടെ ചെയ്തത്. ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് ബിരിയാണി ചെയ്യുന്നത്, അല്ലേ? അത് നമ്മളെല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ രീതിക്കുള്ളതാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. എന്തായാലും ശരി, ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ പറഞ്ഞുകൊണ്ട് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇത് 2 കിലോ കോഴി മേടിച്ചിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു 20 പീസ് കേട്ടോ, അത് വെട്ടിയെടുത്തതാണ്. ഇതൊരു 1.5 കിലോ ബിരിയാണി അരിയാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. മുന്തിരി, അണ്ടിപ്പരിപ്പ്, സവാള അരിഞ്ഞത്, ഒരു 2-3 തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് മസാലയാണ്: ഏലയ്ക്ക, കറുവാപ്പട്ട, ഗ്രാമ്പു, തക്കോലം, ജാതിപത്രി, ഇച്ചിരി കുരുമുളക്, അതുപോലെ ഒരല്പം പെരുംജീരകം, കുറച്ച് മല്ലിയും പുതിനയും അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ക്യാരറ്റ്, ഒരു പിടി കൊച്ചുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത്, ആവശ്യത്തിനുള്ള പച്ചമുളക് നമ്മളൊന്ന് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇഞ്ചി അതുപോലെ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചാണ്. ഒരു ചെറുനാരങ്ങ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. നല്ല നെയ്യ്, ഇച്ചിരി പൈനാപ്പിളോട് ആവശ്യമുണ്ട്. ഒരു പക്ഷേ പൈനാപ്പിൾ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. അത്യാവശ്യം കുറച്ച് പൊടികളൊക്കെ ഉണ്ട്, അത് നമുക്ക് വഴിയെ പരിചയപ്പെടുത്താം. ഞാനൊരു 1.5 കിലോ അരി എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചോറ് ഇച്ചിരി കൂടുതൽ വേണം, അതുകൊണ്ടാണ് 1.5 കിലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അരി നല്ലപോലെ കഴുകി നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ. ഇതൊന്ന് കുതിരാൻ വേണ്ടിയാണ്, കുതിർന്നിരിക്കണം അരി. അപ്പോൾ അരി ഒന്ന് കഴുകാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടത് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഈ പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്, അത് ഇട്ട് കൊടുക്കാം. മസാലപ്പൊടിയാണ് ഒരു 1/2 ടീസ്പൂണ്. ചിക്കൻ മസാലയോ ഗരം മസാലപ്പൊടിയോ ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് നമുക്ക് കുരുമുളക് പൊടിയാണ്, അത് ഒരു 1/2 ടീസ്പൂൺ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം ഒരു 2 ടീസ്പൂണുണ്ട്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആ ചെറുനാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ കുരു അങ്ങോട്ട് കളഞ്ഞിട്ട് വേണം. 1-2 മീനിട്ടുണ്ട്, അതിനി നമുക്ക് പിറക്കി എടുക്കണം. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി, അത് ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ നന്നായിട്ടൊന്ന് ഞെരടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ചിക്കന് വേണ്ടി നമ്മൾ മസാലയൊക്കെ വളരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് വെക്കുക. അപ്പോൾ ഇത് തൽക്കാലത്തേക്ക് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്. കുറച്ച് സമയം ഇരിക്കട്ടെ, ഒരു 1/2 മണിക്കൂർ അല്ല 1 മണിക്കൂർ എത്ര വേണമെങ്കിലും ഇരുന്നാലും കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ ഇത് തൽക്കാലം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ഞാനൊരു ഉരുളി അങ്ങോട്ട് വെക്കുകയാണ്. ഉരുളി ഒന്ന് ചൂടാൻ ശേഷം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 കിലോ സൺഫ്ലവർ ഓയിൽ ഞാനിപ്പം ഈ ഉരുളിക്കകത്ത് ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് സവോള അരിഞ്ഞത്, ഇത് നമുക്കൊരു 1.5 കിലോ സവോളയിലും വേണം കേട്ടോ. അത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഈ സവോള നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ സവോള വറക്കുമ്പോഴത്തേക്കും നല്ലപോലെ തീ വേണം കേട്ടോ, എന്നാലേ ഇത് നല്ലതായിട്ട് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. സവോള ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും ഈ ഒരു രീതിക്കണ്ടോ ഒന്ന് കുഴഞ്ഞു വരുന്ന ആ പരുവം കൊണ്ട് ആ പരുവാകുമ്പോഴത്തേക്കും കുറച്ച് അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് വരും. അണ്ടിപ്പരിപ്പ് പിളർപ്പാണ്, അത് ഇതിപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാമെന്ന് കേട്ടോ. ഇനി ഈ അണ്ടിപ്പരിപ്പും സവോളയും ഒന്നിച്ച് ഫ്രൈ ആയിട്ട് വരും. സവോളയൊക്കെ ഇതുപോലെ നല്ലൊരു ചുമന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മുന്തിരിങ്ങയാണ്, അത് ഇട്ട് കൊടുക്കും. ഇത്തിരി മുന്തിരിങ്ങ നല്ല ഇതേപോലെ ഞാനിപ്പോൾ ഒരു 100 കിലോ അളവ് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില അതും ഇട്ടു. ഇനി എല്ലാം കൂടെ കൂട്ടി ഒന്നാണ്. ഇപ്പം സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. മുന്തിരിങ്ങയൊക്കെ ഇങ്ങനെ പൊങ്ങി വരണം കേട്ടോ, സവോളയൊക്കെ ഫ്രൈ ആകണം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാൻ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ സവോള മാത്രം വറുത്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വേറെ വറുത്തെടുത്താലും മതി. ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിൽ അത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കുക എന്നുള്ള. ഇവിടെ നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇത് ചിക്കനൊക്കെ വറുത്താണ് ചെയ്യുന്നത് കേട്ടോ. ചില സ്ഥലത്തുണ്ടല്ലോ തൈരൊക്കെ ഒഴിച്ച് റെഡിയാക്കും, പക്ഷേ ഞാൻ തൈരൊന്നും ചേർക്കുന്നില്ല കേട്ടോ.
ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ട് ഈ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ട്രിപ്പായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കും. ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. ഏതായാലും ചിക്കനൊക്കെ വറുത്ത് വരാൻ സമയം എടുക്കും കേട്ടോ. ആ സമയമായിട്ട് ഞാൻ ഈ പൈനാപ്പിളൊക്കെ ഒന്ന് ചെത്തിയെടുക്കട്ടെ. അപ്പോൾ നമ്മൾ പൈനാപ്പിളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ആദ്യത്തെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മളത് വറുത്തിട്ടുണ്ട്. ഒരുപാട് സമയം കിടക്കും. അപ്പോൾ ഇതേപോലെ എണ്ണയൊന്നും നിർത്തിക്കും. ഇതിലൂടെ ബാക്കി കൂടെ നമുക്ക് ഇട്ടു. അപ്പോൾ 2 ട്രിപ്പിന് വറുത്തെടുക്കാം. ഏത് ബിരിയാണി ആയാലും ഇച്ചിരി വെള്ള കസകസൊക്കെ അരച്ച് ചേർക്കുമ്പോഴുള്ള നല്ല ടേസ്റ്റായിരിക്കും. കൂട്ടത്തിൽ ഒരു പിടി അണ്ടിപ്പരിപ്പ് അതും ഇട്ട് വെള്ള കസകസ്, ഇത് 25 ഗ്രാമേ ഉള്ളൂ കേട്ടോ. അതും ഇട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിടണം. ഈ അണ്ടിപ്പരിപ്പും കസ്കസും നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിർന്നിട്ട് വേണം നല്ലപോലെ അരച്ചെടുക്കാനുള്ളതാണ്. ഇങ്ങനെ നല്ലപോലെ കഴുകി ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടേ. അപ്പോൾ രണ്ടാമത്തെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ചിക്കനൊക്കെ വറുത്ത് വെച്ച ശേഷം ഞാൻ ഈ എണ്ണയും ഉരുളിയും കൂടെ താഴോട്ട് വെക്കുകയാണ്. നമുക്കൊരു ചെറിയ ചെമ്പ് എളുപ്പത്തിൽ വെക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ എണ്ണ ഒരൽപ്പം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരൽപ്പം മസാലയൊക്കെ ഇട്ട് കൊടുക്കണം. ഇതേപോലെ ഒരു കഷ്ണം കറുവാപ്പട്ട, ഇച്ചിരി കുരുമുളകും, 2 തക്കോലും, ഒരു 2-3 ഗ്രാമ്പും, ഇച്ചിരി പെരിഞ്ചീരവും എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കും. മസാലയൊക്കെ മൂത്തതിന് ശേഷം ഇതേപോലെ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഗ്രേവി ഒന്ന് കിടക്കട്ടെ. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ സവാള ഒന്ന് പാട്ടിയെടുക്കാൻ പറ്റും. ഇളക്കിട്ട് അപ്പോൾ അടിക്ക് പിടിക്കാതെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മുടെ ഈ സവാള ഒന്ന് വാടുകയും ചെയ്യണം, വേഗവും ചെയ്യണം. കൂട്ടത്തിൽ ആ ചവച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി അതും ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചവച്ചത് അതും ഇട്ട് കൊടുക്കാം. പച്ചമുളക് അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് സവോളയൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട്. കൂട്ടത്തിൽ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ തക്കാളി, ഞാനൊരു മീഡിയം രീതിയിലുള്ള 2-3 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഇട്ടതിന് ശേഷം ഒന്നിട്ട് നടക്കും. അപ്പോൾ ഈ തക്കാളിയും കൂടെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് വരട്ടെ. അല്പസമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഒരല്പസമയം ആയിട്ടുണ്ട് കേട്ടോ. തക്കാളി ഒന്ന് ഉടയാൻ വേണ്ടി ഇപ്പോൾ ഉടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വാടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ അരയ്ക്കാൻ കൊടുത്ത അണ്ടിപ്പരിപ്പ് കസകസും റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് അരച്ചങ്ങോട്ട് വെക്കും. അപ്പോൾ നല്ലപോലെ റെഡി ആയതിനു ശേഷം വേണം നമുക്ക് ഇനി കുറച്ച് പൊടികളൊക്കെ അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ അവിടെ വാങ്ങി മാറ്റിയിട്ട് നമുക്ക് ആ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഏകദേശം 1 ടീസ്പൂൺ അളവിൽ ഞാൻ മസാലപ്പൊടി ഇടുകയാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. അത് ആവശ്യത്തിന് ഇട്ടണം കേട്ടോ. എരിവ് അനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ പൊടികളൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി ഇനി എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കി അപ്പോൾ ആ പൊടികളുടെ ഒക്കെ ഒന്ന് പച്ചച്ചവ് മാറിയ ശേഷം വേണം നമുക്ക് നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും കസ്കസും ഒക്കെ അങ്ങോട്ട് ചേർക്കാൻ. ഇതൊരു നല്ലൊരു അരപ്പിന് വേണ്ടിയാണ് നമ്മളത് ചേർക്കുന്നത് കേട്ടോ. ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളത് ആ ഉള്ള അരപ്പൊഴിഞ്ഞെടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക.
അപ്പോൾ നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ 1 ടേബിൾ സ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് അതേ അളവിൽ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് അത് ഒഴിച്ചു. ഈ സോസ് ഒഴിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. ഇവിടെ ഈ രീതിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഈ രീതിക്കാണ് നമ്മുടെ ഇവിടെയൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതൊന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മല്ലിയിലയും പുതിനയും കൂടെ അരിഞ്ഞത് 1 പിടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കും. നല്ലപോലെ ഒന്ന് ഇളക്കി അതായത് നമ്മൾ അരപ്പൊക്കെ ചേർത്തല്ലേ, ആ അരപ്പിൻ്റെ പച്ചച്ചവ ഒന്ന് മാറിയതിന് ശേഷം വേണം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. ഇതേണ്ട ഈ ഒരു രീതിക്കാണ് ഇതിൻ്റെ ഒരു ഗ്രേവി റെഡിയാക്കുന്നത് കേട്ടോ. കഴിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും പോരാഴിക ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമുക്ക് ഒരല്പം ചൂടുവെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. കാര്യം ഗ്രേവി ഒന്നും മുറുകയോ കേട്ടോ, ടൈറ്റായിപ്പോയി. അതുകൊണ്ട് ഒരു ശക്കലം വേണം ഇതേപോലെ ഗ്രേവി ഒന്ന് അയച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ്. അതിന് ശേഷം നയിക്കും പച്ചവെള്ളം ഒഴിക്കല്ലേ, ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ. അപ്പം നല്ല ടേസ്റ്റോട് കൂടി തന്നെയാണ് ഈ ഗ്രേവി റെഡിയാക്കിയിരിക്കുന്നത്. ഇത് കാണുമ്പോൾ അറിയാമല്ലോ, നല്ല ടേസ്റ്റാണ്. കാര്യം ഞാൻ നോക്കി എല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ അകത്തിട്ട് ഇടുക, അങ്ങോട്ട് ഇടുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം തീയൊക്കെ കുറച്ച് വെച്ച് വേണം നമ്മൾ ഈ ഗ്രേവി റെഡിയാക്കിയതിൻ്റെ അകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മളിവിടെ ചിക്കൻ ബിരിയാണി റെഡിയാക്കുന്നതിൻ്റെ ഗ്രേവിയും ചിക്കനും ഒക്കെ റെഡിയാക്കുന്നത് കേട്ടോ. ചിക്കൻ ആ ഗ്രേവിക്കകത്ത് ഇളക്കി വെച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കിയിട്ട് താഴെ വെക്കുക. അപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇത് റെഡി ആയതിനു ശേഷം താത്തു വെക്കുക. ഇനി നമുക്ക് ചോറ് വേവിക്കാനുള്ള കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം തിളക്കട്ടെ. ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ്റെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള മസാല എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ആ മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ബിരിയാണി അരിയൊക്കെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്ന ശേഷം എടുത്തിട്ട് വന്നാണ് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം ഒന്ന് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഇച്ചിരി അരി കൂടുതൽ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അരിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിന് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. ഞാനൊരു 3 ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അത് പോരാളിക്കുണ്ടെങ്കിൽ തന്നെ നമുക്ക് നോക്കിയിട്ട് ബാക്കി ഇട്ട് കൊടുക്കും. കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ്, അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ കിടന്ന് വേവുകയും ചെയ്യും. നമുക്കൊരല്പം ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നാന്നറിയാം, ഈ ചോറിന് ചിലപ്പോൾ പശ ഉണ്ടെങ്കിൽ ഇത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. ഇതേപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കും. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഒന്ന് അടച്ചു വെക്കണം. നല്ലോണം തിളക്കട്ടെ. ഒരല്പ സമയം ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം തിളച്ച് വന്ന്. അപ്പം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കും. ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊരല്പം എടുത്ത് കഴിച്ചു നോക്കാം. ഈ ചോറിന് കറക്റ്റ് ഒരു ഉപ്പ് വേണം കേട്ടോ. കൂടുതലും ചെയ്യരുത്, കഴിക്കത്തക്ക രീതിയിലുള്ള ഉപ്പ് രസം വേണം. ഒരല്പം എടുത്ത് കഴിച്ചു നോക്കുക. കഴിച്ചു നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ അല്പം ചേർക്കാം. ഇതിപ്പോൾ ഇച്ചിരി കുറവുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം എന്താണെന്നറിയാം, ഒരു പക്ഷേ അറിയാൻ മേത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. ഇച്ചിരി ഉപ്പ് പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ചോറ് ഒരു 90% വേണം കേട്ടോ. കാര്യം മറ്റേന്ന് പറഞ്ഞാൽ വിറകടുപ്പിലൊക്കെ വെക്കുന്നില്ല, ദമ്മാക്കി വിറക് കനലും ഒക്കെ ഇട്ട് അങ്ങനെ ആകുമ്പോഴത്തേക്കും ഒരു 3/4% വെന്താൽ മതി. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ആ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു 90% വെന്തതിന് ശേഷമാണ് ചോറ് കോരിയെടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ചോറ് വെന്തോ നോക്കാം. ഒരല്പം എടുത്ത് ഇതുണ്ട് ഇങ്ങനെ ഒന്ന് നോക്കണം കേട്ടോ. വെന്തോ നോക്കണം. ഇപ്പോൾ ഒത്തിരി വെന്ത് കൊഴിഞ്ഞു പോകാതെ ഒരു മീഡിയം രീതിയിൽ ഇപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പങ്ങ് നിർത്താം. വെന്തതിന് ശേഷം ഇനി ഇങ്ങനെ ഇതേപോലെ കുറേശ്ശെ കോരിയെടുത്ത് ഇതേപോലെ കിഴുത്ത പാത്രത്തിനകത്തോട്ട് ഈ ചോറങ്ങോട്ട് ഇട്ട് കൊടുക്കും.
കാരണം ഇങ്ങനെ ചോറ് കോരുമ്പോഴത്തേക്കും അത് നമുക്ക് കറക്റ്റ് കുഴയാതെയും അതുപോലെ നമുക്ക് നോക്കി ഒക്കെ എടുക്കുകയും ചെയ്യാം. ഇതുപോലെ വെള്ളം ഒന്ന് നിർത്തി കോരണം. ഇനി നമുക്ക് ഈ കോരി വെച്ചിട്ട് ചോറ് 1-2 ലെയറായിട്ട് അടിക്കണം കേട്ടോ. ഉരച്ചിട്ട് കൊടുക്കുക. ഇനി ഒന്ന് നിരത്തി നമ്മൾ നേരത്തെ ചിക്കൻ വറുത്ത എണ്ണ തന്നെ ഒരല്പം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചോറിനൊരു കളറും ഒക്കെ കിട്ടും കേട്ടോ. ഇതേപോലെ കുറച്ചൊഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ വാർത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായി ഒക്കെ കുറേശ്ശെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ പൈനാപ്പിൾ ചിലർക്ക് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെയുള്ളവർ ഞാൻ ഒന്നും പറയണം, അങ്ങനെയുള്ളവർ ഇത് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇച്ചിരി മല്ലിയിലയും പുതിന അരിഞ്ഞത്. അപ്പോൾ നമ്മൾ ബാക്കി ചോറൂടെ കോരിയിട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നേരത്തെ ചിക്കൻ വറുത്ത എണ്ണ തന്നെ അല്പം കൂടെ ഒഴിക്കുകയാണ്. ഞാൻ നേരത്തെ കൊടുക്കാം. ഇനി ഇതെല്ലാം ലെയറായിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് നല്ല നെയ്യ് അങ്ങോട്ട് ഒഴിക്കാം. മൈദ ഒക്കെ വെച്ച് ഒട്ടിക്കണം കേട്ടോ. ഞാനതൊന്നും ചെയ്തില്ല. നമ്മുടെ വീട്ടിലേക്കുള്ളതല്ലേ. അടുപ്പ് ഒന്നുകൂടെ കത്തിച്ചിട്ട് ആ പഴയ ദോശക്കല്ല് അങ്ങോട്ട് വെക്കും. ചൂടാകട്ടെ. ഇനി ഇത് നേരെ അങ്ങോട്ട് വെക്കാം. അതിനുശേഷം ഒന്ന് അടച്ചു വെക്കുകയാണ്. ഇതിപ്പം മറ്റേ കരയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് മേളിലോട്ടിടാൻ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ വീട്ടിലേക്കുള്ള ആയതുകൊണ്ട് അത്ര വലിയ ആഡംബരമൊന്നും വേണ്ട. ഒരല്പസമയം ഒന്നും ഇരിക്കില്ല. അപ്പോൾ നമ്മൾ എസൻസ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് എസൻസ് ചേർത്തില്ല. നല്ല ടേസ്റ്റിൽ തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ബിരിയാണിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് ചെവിട് കെട്ടിയുള്ള പാത്രത്തിൻ്റെ അകത്തേ ചെയ്യാവുള്ളൂ. ഇത് അടുപ്പിയാൻ നിർത്തിയാൽ മതി കേട്ടോ. നല്ലപോലെ ചൂടായതിന് ശേഷം നിർത്തിയതാണ്. നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഈ സൈഡിൽ നിന്ന് ഒന്ന് തെളിച്ച് നല്ല ചൂട് കൊതിപ്പിക്കുന്ന മണമെന്നൊക്കെ പറയത്തില്ല, നല്ല ചൂട് ബിരിയാണി. ഒരു പ്ലേറ്റ് അങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് ആദ്യമേ ഒരല്പം അങ്ങോട്ടെടുക്കാം. ഒരു 2 പീസ് വെച്ച് ഇതേപോലെ ഇച്ചിരി ചോറൂടെ അങ്ങോട്ട് ഇട്ടു. ഏതായാലും ഭംഗി ഒട്ടും കുറയ്ക്കണ്ട. ഒരു കോഴിമുട്ട അങ്ങോട്ട് വെക്കുക. ഇനി നമുക്ക് ഒരല്പം സലാഡ് അങ്ങോട്ട് വെക്കുക. തൈരൊക്കെ ഒഴിച്ച സലാഡാണ്. വിനാഗിരി സലാഡ് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നാരങ്ങ ഈന്തപ്പഴം അച്ചാർ നമ്മുടെ ഇവിടുത്തെ തന്നെയാണ് കേട്ടോ. നമ്മളിട്ടതാണ്. വിൽപ്പനയ്ക്ക് വേണ്ടിയൊക്കെ റെഡിയാക്കിയതാണ്. നല്ല കൊതിപ്പിക്കുന്ന ടേസ്റ്റായി ബിരിയാണിക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ നേരത്തെ കല്യാണ ഫംഗ്ഷനൊക്കെ ചെയ്യുന്ന ഒരു രീതിക്കാണ് ഞാൻ പരിചയപ്പെടുത്തുക. അപ്പം തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പ് കാര്യമാണ്. പെരുന്നാളിലല്ലേ പല രീതിയിലുള്ള ഒരുപാട് ഐറ്റങ്ങൾ ബിരിയാണിയുണ്ട്. നമ്മൾ തന്നെ പല സൈഡ് ഹൈദരാബാദ് ബിരിയാണി ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ ചെയ്യുന്ന രീതിക്കുള്ള ഒരു ബിരിയാണിയാണിത്. തീർച്ചയായിട്ടും ഇത് എത്രയോ പേർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട്, ബിരിയാണി ഉണ്ടാക്കി തരണം. ഞാൻ ചെയ്തിരിക്കുന്ന ബിരിയാണി അവർ പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റാണ്. എപ്പോഴും എന്നെ വിളിക്കും പലരും. പക്ഷേ എനിക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ രീതി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെരുന്നാൾ ദിവസം ഈ ഒരു രീതിയിൽ അല്പം ബുദ്ധിമുട്ടി ചെയ്തു നോക്കി. ആർക്കാരും ഗസ്റ്റൊക്കെ വന്നാൽ പറയുന്നത് സൂപ്പർ ബിരിയാണിയാണ്. ഞാനല്ലേ പറഞ്ഞത്, ഒന്ന് ചെയ്തു നോക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ബിരിയാണിയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്.